നമസ്കാരം, എല്ലാവർക്കും ഡൊമിസൈൽ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 1ൻ്റെ മൊഡ്യൂൾ 4 പാർട്ട് 5 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹൈവേ ഡ്രെയിനേജ്. ഡയറക്റ്റായിട്ട് നമുക്ക് ഹൈവേ ഡ്രെയിനേജ് എന്താണെന്ന് നോക്കാം. ഹൈവേ ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് റിമൂവിങ് ആൻഡ് കൺട്രോളിങ് എക്സസ് സർഫസ് ആൻഡ് സബ്സർഫസ് വാട്ടർ വിത്തിൻ ദ റോഡ് വേ ഓർ റൈറ്റ് ഓഫ് വേ. നമ്മുടെ റോഡിലുള്ള അല്ലെങ്കിൽ റോഡിൻ്റെ ടോപ്പ് സർഫസിലോ അല്ലെങ്കിൽ സബ് സർഫസിലോ ഉള്ള വാട്ടറിനെ, എക്സസ് വാട്ടറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡ്രെയിനേജ്. അത് റോഡിലുള്ളതായതുകൊണ്ട് നമ്മളതിനെ ഹൈവേ ഡ്രെയിനേജ് എന്ന് പറയുന്നു. ടൈപ്സ്: സർഫസ് ഡ്രെയിനേജ് ഉണ്ട്, സബ് സർഫസ് ഡ്രെയിനേജ് ഉണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർഫസ് ഡ്രെയിനേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർഫസിലുള്ള എക്സസ് വാട്ടറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സും, സബ് സർഫസ് ഡ്രെയിനേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ് സർഫസിലുണ്ട്, അതായത് സബ് ഗ്രേഡിലുള്ള എക്സസ് വാട്ടറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സുമാണ്. സോ സർഫസ് ഡ്രെയിനേജ് ഈസ് ദ റിമൂവൽ ഓഫ് സർഫസ് വാട്ടർ ഫ്രം ദ റോഡ്വേ ആൻഡ് അഡ്ജോയിനിങ് ലാൻഡ്. ആൻഡ് സബ് സർഫസ് ഡ്രെയിനേജ് ഈസ് ദ ഡൈവേർഷൻ ഓർ റിമൂവൽ ഓഫ് എക്സസ് സോയിൽ വാട്ടർ ഫ്രം subgrade. Okay. Next one is effect of drainage. Excess moisture in soil subgrade causes lowering of its stability. If any improper drainage system, flow of surface water across the road and shoulders and along slopes should cause erosion. If stagnant of water, it causes disease, loss of money and human life. എങ്ങനെയാണെങ്കിലും സോയിലിൻ്റെ സർഫസിലും സബ് സർഫസിലും എക്സസ് വാട്ടർ ഉണ്ടാവുന്നത് അത്ര ഒരു നല്ല കാര്യമല്ല. അത് നമ്മുടെ പേയ്മെൻറ്റിൻ്റെ ഡാമേജിന് തന്നെ കാരണമാവും. അതിൽ പറയുന്നുണ്ട്, എക്സസ് മോയ്സ്ചർ ഇൻ സോയിൽ സബ്ഗ്രേഡ് കോസ് ലോവറിങ് ഓഫ് ഇറ്റ്സ് സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി കുറയ്ക്കാനുള്ള ഒരു കാരണമാണ് സബ് സർഫസിൽ ഉണ്ടാവുന്ന എക്സസ് വാട്ടർ എന്ന് പറയുന്നത്. അതുപോലെ ഇംപ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം ആണെങ്കിൽ അത് സർഫസിൽ, റോഡ് സർഫസിൽ കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ ഒഴുകിപ്പോകുന്ന ഒരവസ്ഥയാണെങ്കിൽ അവിടെ മെറ്റീരിയൽസിന് ഇറോഷൻ സംഭവിക്കാനും, ഇപ്പോൾ കുറച്ച് മുന്നേ ഞാൻ റിജിഡ് പേയ്മെൻറ്റിൻ്റെയും ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൻ്റെ എല്ലാം ഫെയിലിയേഴ്സ് പറഞ്ഞ സമയത്ത് എക്സസ് മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. സോ അവിടെ വാട്ടറിന് നല്ലൊരു പങ്ക് തന്നെ ഉണ്ട് ഈ ഒരു ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാക്കുന്നതിന്. സോ അതുകൊണ്ട് അങ്ങനെ ഒരു ഇംപ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം എപ്പോഴും പേയ്മെൻറ്റിന് ഡാമേജ് ഉണ്ടാക്കും. നെക്സ്റ്റ് വൺ ഈസ് ഇഫ് സ്റ്റാഗ്നൻറ്റ് വാട്ടർ ഇറ്റ് കോസ് ഡിസീസ്. റോഡിൻ്റെ സൈഡിലൊക്കെ വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിസീസിന് കാരണമാവും. അതുപോലെ ലോസ് ഓഫ് മണി, ഹ്യൂമൻ ലൈഫ്. മെയിൻ്റനൻസ് ഓഫ് ഹൈവേ ഡ്രെയിനേജ്. ദ സൈഡ് ഡ്രെയിൻ should have sufficient capacity and longitudinal slope to carry away all the surface water collected from the roadway. റോഡിൽ നമ്മൾ കെയിംബർ പോലെയുള്ള കാര്യങ്ങളെല്ലാം സ്ലോപ്പെല്ലാം കൊടുക്കാറുണ്ട്. സ്ലോപ്പ് ഗ്രേഡിയൻ്റ് കൊടുക്കുന്നത് പിന്നെ അലൈൻമെൻറ്റിന്. പക്ഷേ കെയിംബർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഡ്രെയിനേജിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കെയിംബർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ സൈഡ് ഡ്രെയിൻ ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് കപ്പാസിറ്റി ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പ് ടു ക്യാരി എവേ ഓൾ ദ സർഫസ് വാട്ടർ കളക്റ്റഡ് ഫ്രം ദ റോഡ്വേ. ഇത് പറയുന്നത് സൈഡ് ഡ്രെയിനിനെ കുറിച്ചാണ്. സൈഡ് ഡ്രെയിനിൽ അത് അത്യാവശ്യത്തിന് ആ ഒരു റോഡിൽ നിന്നുള്ള വാട്ടർ കളക്ട് ചെയ്യാൻ പാകത്തിനുള്ള ആ ഒരു വോളിയം ഓഫ് വാട്ടർ അക്കോമഡേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള കപ്പാസിറ്റി ആ ഒരു സൈഡ് ഡ്രെയിൻ ഉണ്ടായിരിക്കണം. അതുപോലെ ആ കളക്ട് ചെയ്യുന്ന വാട്ടർ അവിടെ കെട്ടി നിൽക്കാതെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പ് ആവശ്യത്തിന് ഉണ്ടായിരിക്കണം. അത് ഫ്ലോ ചെയ്ത് പോകാൻ പാകത്തിനുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പ് ആ ഒരു സൈഡ് ഡ്രെയിൻ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് ലോവറിങ് ഓഫ് മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് സോയിൽ. സോയിലിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് കുറയ്ക്കുക. ദ പേയ്മെൻറ്റ് ഷുഡ് ബി ഹയർ ദാൻ വാട്ടർ ടേബിൾ. എപ്പോഴും നമ്മളൊരു റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയയിലുള്ള വാട്ടർ ടേബിളിൻ്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. സോ വാട്ടർ ടേബിളിനേക്കാൾ ഉയർന്ന പൊസിഷനിലായിരിക്കണം നമ്മുടെ റോഡ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ടു കൺട്രോൾ ദ കാപ്പിലറി റൈസ് കൺട്രോൾ ചെയ്യാനും പറ്റണം. കമ്പോണൻസ് ഓഫ് സർഫസ് ഡ്രെയിനേജ് സിസ്റ്റം. സർഫസ് ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് ആണ് പറയുന്നത്. ക്രോസ് സ്ലോപ്പ് ഓർ കേംബർ. കേംബറിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ക്രോസ് സ്ലോപ്പ്. റോഡ് സൈഡ് ഡ്രെയിൻസ്, ക്രോസ് ഡ്രെയിൻസ്. 3 കാര്യങ്ങളാണ്. അതിൽ ക്രോസ് സ്ലോപ്പ് ഓർ കേംബർ. Water from the pavement surface and shoulders is first drained off with the help of cross slope or camber. Rate of slope depends on type of pavement surface, amount of rainfall in the region.
നമ്മളൊരു ഏരിയയിൽ കൊടുക്കുന്ന കേംബർ എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിലുള്ള ആ ഏരിയയിൽ ലഭിക്കുന്ന റെയിൻഫോളിനനുസരിച്ചിരിക്കും, അതുപോലെ പേയ്മെൻറ്റ് സർഫസിനും അനുസരിച്ചിരിക്കും. സോ ഈ ഒരു ക്രോസ് സ്ലോപ്പ് എപ്പോഴും നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പം ആ ഒരു ക്രോസ് സ്ലോപ്പ് ആ ഒരു സർഫസിൽ നിന്നും ഷോൾഡേഴ്സിൽ നിന്നും വെള്ളം സൈഡ് ഡ്രെയിനിലേക്ക് കളക്ട് ചെയ്ത് പോകാൻ പാകത്തിനുള്ള സ്ലോപ്പിലാണ് നമ്മൾ കൊടുക്കുക. റെക്കമെൻഡഡ് റേഞ്ച് ഓഫ് കേംബർ എന്ന് പറയുന്നത് ഫോർ എർത്ത് ലോഡ് 1/25 or 4%, ഫോർ ബിറ്റുമിനസ് റോഡ് 1/60 or 1.7%, ഫോർ എർത്ത് ഷോൾഡേഴ്സ് 4 to 5%. ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ക്രോസ് സ്ലോപ്പ് അഥവാ കേംബർ എന്ന് പറയുന്നത്. 2 ടൈപ്പ് കാണിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് നമ്മൾ കർവ് എല്ലാം വരുന്ന സമയത്ത്, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ ട്രാൻസിഷൻ കർവ് എല്ലാം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ സാധാരണത്തെ കർവാണെങ്കിലും ചെറിയ കർവാണെങ്കിൽ ഏതൊരു ഭാഗമാണെങ്കിലും ചെറിയൊരു കർവ് വരുന്ന ടൈമിൽ നമ്മൾ കൊടുക്കുന്ന ടൈപ്പ് കേംബറാണത്. കേംബറിൻ്റെ റൈറ്റ് സൈഡ്, അതായത് ആ സ്ലോപ്പ് ഹൈറ്റ് കുറവുള്ള ഭാഗം വരുന്നത് കർവിൻ്റെ ഉൾഭാഗവും ഹൈറ്റ് കൂടുതലുള്ള ഭാഗം വരുന്നത് കർവിൻ്റെ ഔട്ടർ പോർഷനും. സാധാരണത്തെ ഒരു സ്ട്രെയിറ്റ് റോഡിൻ്റെ പോർഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു കേംബറിൻ്റെ എത്രത്തോളം അതിൻ്റെ സ്ലോപ്പ് വരുന്നുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ രണ്ട് സൈഡും റോഡ് വേയുടെ 2 സൈഡിലും അത് ഹൈറ്റ് കുറഞ്ഞ് സെൻറ്റർ പോർഷനിൽ മാത്രം ഹൈറ്റ് കൂടി വരുന്നത് സാധാരണത്തെ ഒരു സ്ട്രെയിറ്റ് റോഡിൻ്റെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ ഒരു സ്ട്രെയിറ്റ് റോഡിൻ്റെ പോർഷനിൽ കൊടുക്കുന്ന കേംബറാണ്. നെക്സ്റ്റ് വൺ ഈസ് റോഡ് സൈഡ് ഡ്രെയിൻസ്. ദ റോഡ് സൈഡ് ഡ്രെയിൻസ് ഓഫ് ഹൈവേ ആർ ജനറലി ഓപ്പൺ ഓർ അൺലൈൻഡ് ഓർ കച്ച ഡ്രെയിൻസ് ഓഫ് ട്രപ്പിസോയിഡൽ ഷേപ്പ്. If provided to parallel to road alignment, longitudinal drains. സാധാരണ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സൈഡ് ഡ്രെയിൻ എന്ന് പറയുന്നത് ഓപ്പൺ ഡ്രെയിൻ ആണ്. അത് നമ്മുടെ റോഡ് വേക്ക് പാരലലായിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്രെയിന്. ഓൺ പ്ലെയിൻ ടെറൈൻ വിത്ത് എംബാക്ക്മെൻറ്റ് പ്രൊവൈഡഡ് ബോത്ത് ദ സൈഡ്സ് ഓഫ് ടോ ഓഫ് എംബാക്ക്മെൻറ്റ്. എംബാക്ക്മെൻറ്റിൻ്റെ 2 സൈഡിലും നമ്മൾ പ്ലെയിൻ ടെറൈനിൽ പ്രൊവൈഡ് ചെയ്യും. ഓൺ സ്ലോപ്പിംഗ് ടെറൈൻ പ്രൊവൈഡഡ് ഓൺ 1 സൈഡ് ഓൺലി. 2 സൈഡിലും കൊടുക്കുന്നതിന് പകരം ഒരു സൈഡിൽ മാത്രമേ സ്ലോപ്പിംഗ് ടെറൈനിൽ നമ്മൾ റോഡ് സൈഡ് ഡ്രെയിൻ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഇതാണ് ഫിഗർ, സൈഡ് ഡ്രെയിനിൻ്റെ ഫിഗറാണ്, കണ്ടിട്ടുണ്ടാവും. നെക്സ്റ്റ് വൺ ഈസ് ക്രോസ് ഡ്രെയിൻസ്. ദ വാട്ടർ ഫ്ലോയിങ് എലോങ് ദ റോഡ് സൈഡ് ഡ്രെയിൻസ് ആർ കളക്റ്റഡ് ബൈ സ്യൂട്ടബിൾ ക്രോസ് ഡ്രെയിൻസ് ത്രൂ ക്രോസ് ഡ്രെയിനേജ് സ്ട്രക്ചേഴ്സ്. ഇറ്റ് ഈസ് കളക്റ്റഡ് ഫ്രം നാച്ചുറൽ വാലി ആൻഡ് സ്ട്രീംസ് ആൻഡ് disposal of to natural water course. റോഡ് സൈഡ് ഡ്രെയിനിൽ നിന്നുള്ള വാട്ടറെല്ലാം ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് കളക്ട് ചെയ്തിട്ട് അത് നാച്ചുറൽ വാട്ടർ കോഴ്സിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൾവേർട്ട്സ്, സ്ലാബ്, ബോക്സ്, പൈപ്പ് കൾവേർട്ട് പോലുള്ള കൾവേർട്ടുകൾ ക്രോസ് ഡ്രെയിനിൽ വരുന്നതാണ്. അതുപോലെ ഇഫ് ദ വിഡ്ത്ത് ഓഫ് റിവർ ഓർ സ്ട്രീം ഇസ് മോർ ദാൻ 6 meter, ദെൻ ക്രോസ് ഡ്രെയിനേജ് provided is called minor bridge, called as minor bridge. അതുപോലെ if width of river or stream is greater than 60 meter, then cross drainage works provided is called major bridge. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ക്രോസ് ഡ്രെയിൻ ആണ്. നെക്സ്റ്റ് വൺ ഈസ് ദ സബ്സർഫസ് ഡ്രെയിനേജ് ടു കീപ് ദ വേരിയേഷൻ ഓഫ് മോയ്സ്ചർ ഇൻ സബ്ഗ്രേഡ് സോയിൽ ടു എ മിനിമം. സബ്ഗ്രേഡ് സോയിലിൻ്റെ മോയ്സ്ചർ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റിലേക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബ്സർഫസ് ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. കമ്പണൻസ് എന്ന് പറയുന്നത് ലോവറിംഗ് ഓഫ് വാട്ടർ ടേബിൾ, കൺട്രോൾ ഓഫ് സീപ്പേജ് ഫ്ലോ, കൺട്രോൾ ഓഫ് കാപ്പിലറി റൈസ്. ലോവറിംഗ് ഓഫ് വാട്ടർ ടേബിൾ. The highest level of water table should be fair below the level of subgrade in order that the subgrade and pavement layers are not subjected to excessive moisture. സബ്ഗ്രേഡിലേക്കും അതുപോലെ പേയ്മെൻറ്റ് ലെയറിലേക്കും വാട്ടർ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടർ ടേബിൾ എപ്പോഴും സബ്ഗ്രേഡ് ലെവലിനേക്കാളും ഒരുപാട് താഴെ ആയിരിക്കണം എന്നുള്ളത് പറയുന്നത്. സോ അങ്ങനെ നമ്മൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സബ്ഗ്രേഡിൽ ഉണ്ടാകുന്ന എക്സസീവ് മോയ്സ്ചർ കണ്ടൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. From practical considerations, the water table should be greater than 1 to 1.2 meter below the subgrade. വാട്ടർ ടേബിളും സബ്ഗ്രേഡും തമ്മിലുള്ള ആ ഒരു ഹൈറ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു ഡെപ്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് എപ്പോഴും ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 to
1.2 meters. Water table at ground level 1.2 to 1.5 meter above the ground level. If the soil is relatively permeable, it may be possible to lower the higher water table by construction of longitudinal drainage system with drain pipe and filter sand. ഡ്രെയിൻ പൈപ്പും ഫിൽട്ടർ സാൻഡ് യൂസ് ചെയ്തിട്ട് ഹയർ വാട്ടർ ടേബിളുള്ള ആ ഒരു ഏരിയയിലുള്ള സോയിൽ അത് റിലേറ്റീവ്ലി പെർമിയബിൾ ആണെങ്കിൽ നമുക്ക് അവിടെയുള്ള എക്സസ് മോയ്സ്ചർ കണ്ടന്റിനെ നമുക്ക് ഈ ഡ്രെയിൻ പൈപ്പും ഫിൽട്ടർ സാൻഡും യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ഇഫ് ദ സോയിൽ ഈസ് റിലേറ്റീവ്ലി ലെസ് പെർമിയബിൾ ദ വാട്ടർ ടേബിൾ ക്യാൻ കൺട്രോൾ ബൈ കൺസ്ട്രക്ഷൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്രെയിനേജ് സിസ്റ്റം വിത്ത് ട്രാൻസ്വേഴ്സ് ഡ്രെയിൻസ്. പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ട്രാൻസ്വേഴ്സ് ഡ്രെയിൻസ് പ്രൊവൈഡ് ചെയ്തിട്ട് ലെസ് പെർമിയബിൾ ആയിട്ടുള്ള സോയിലിൽ നിന്ന് മോയ്സ്ചർ കണ്ടൻറ്റ് നമുക്ക് റിമൂവ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് കൺട്രോൾ ഓഫ് സീപ്പേജ് ഫ്ലോ. വെൻ ദ ജനറൽ ഗ്രൗണ്ട് ആൻഡ് ഇംപെർവിയസ് സ്ട്രാറ്റ ബിലോ ആർ സ്ലോപ്പിംഗ് ആൻഡ് സീപ്പേജ് ഫ്ലോ എക്സിസ്റ്റ്. അങ്ങനെ ഒരു കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ഈ സീപ്പേജ് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. If depth of seepage zone is less than 0.6 to 0.9 meter, longitudinal pipe drains may be constructed to intercept the flow. സീപ്പേജ് സോണിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 0.6 മീറ്ററിനേക്കാളും കുറവാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ പൈപ്പ് ഡ്രെയിൻ മേ ബി കൺസ്ട്രക്റ്റഡ് ടു ഇൻ്റർസെപ്റ്റ് ദ ഫ്ലോ. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് കൺട്രോൾ ഓഫ് സീപ്പേജ് ഫ്ലോ ആണ്. കൺട്രോൾ ഓഫ് കാപ്പിലറി റൈസ്. If water due to capillary rise is less, it is possible to solve problem by arresting capillary rise instead of lowering of water table. Capillary rise കൊണ്ടുണ്ടാവുന്ന വാട്ടറിൻ്റെ എഫക്റ്റ് കുറവാണെന്നുണ്ടെങ്കിൽ it is possible to solve problem by arresting capillary rise instead of lowering water table. Two methods of control: granular capillary cutoff and impermeable capillary cutoff. First one is granular capillary cutoff. A layer of granular material provided between subgrade and highest level of subsurface. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ എ ലെയർ ഓഫ് ഗ്രാനുലർ മെറ്റീരിയൽ ഈസ് പ്രൊവൈഡ് ബിറ്റ്വീൻ സബ്ഗ്രേഡ് ആൻഡ് ഹയസ്റ്റ് ലെവൽ ഓഫ് സബ്സർഫസ്. അപ്പോൾ നമുക്ക് ആ കാപ്പിലറി റൈസിനെ തടയാൻ പറ്റും. ടു ദ ടോപ്പ് ഓഫ് സർഫസ് വരെയുള്ള കാപ്പിലറി റൈസിനെ നമുക്ക് തടയാം. ഇംപെർമിയബിൾ കാപ്പിലറി കട്ട് ഓഫ്, അതും ഈ ഒരു ഗ്രാനുലർ ലെയർ കൊടുക്കുന്നതിന് പകരം നമ്മളിവിടെ ഒരു ഇംപെർമിയബിൾ മെംബ്രെയിൻ അല്ലെങ്കിൽ ഒരു ബിറ്റുമിനസ് ലെയർ കൊടുക്കുകയാണ്. ആൻ ഇംപെർമിയബിൾ മെംബ്രെയിൻ ഓർ ബിറ്റുമിനസ് ലെയർ ഇൻസേർട്ടഡ് ഇൻ പ്ലേസ് ഓഫ് ഗ്രാനുലർ മെറ്റീരിയൽ. അപ്പോഴും ഈ സബ് സർഫസിൽ നിന്നുണ്ടാകുന്ന കാപ്പിലറി റൈസ് ടോപ്പ് സർഫസിൽ എത്താതെ നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഹൈവേ ഡ്രെയിനേജ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മൊഡ്യൂൾ 4 നിങ്ങൾക്ക് മെയിനായിട്ട് ഈ ഒരു ഹൈവേ, സൂപ്പർ പേവ്, പെർഫോമൻസ് ഗ്രേഡിംഗ്, അതുപോലെ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൻ്റെ ലെയേഴ്സ്, ഫ്ലെക്സിബിൾ ആൻഡ് റിജിഡ് പേയ്മെൻറ്റിൻ്റെ ഫെയിലിയേഴ്സ്, പിന്നെ ഒരു ഹൈവേ ഡ്രെയിനേജ് സിസ്റ്റമാണ് മെയിനായിട്ട്. അതൊരു ഫസ്റ്റ് പോർഷനായിട്ടാണ് പഠിക്കാനുള്ളത്. സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ട്രാഫിക് സിഗ്നൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് പോർഷൻ തീർന്നിരിക്കുകയാണ്, മൊഡ്യൂൾ 4ൻ്റെ ഫസ്റ്റ് പോർഷൻ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.